വെൽക്കം ടു ഓഡിയോ ഫയൽ. DM3-ൽ EQ എങ്ങനെ ഫ്ലാറ്റ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഒരു ബേസിക് EQ ചെയ്യുന്നുണ്ട്. ഹൈ പാസ് ഫിൽറ്റർ കുറച്ച് ലോ കട്ട് ചെയ്ത് ഹൈ മിഡ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ എയറോ ഉണ്ട്. ആ എയറോ പുറത്തേക്ക് പുള്ള് ചെയ്തതിനു ശേഷം ഡീഫോൾട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ EQ ഫ്ലാറ്റായിട്ട് കാണാൻ പറ്റുന്നു. ലൈബ്രറിയിൽ പ്രീസെറ്റ് അവൈലബിൾ ആണ്. അത് ലോഡ് ചെയ്ത് എങ്ങനെ EQ ചെയ്യാൻ നോക്കാം. സെയിം പ്രോസസ്സ് തന്നെ. സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് എയറോ പുള്ള് ചെയ്തതിനു ശേഷം ലൈബ്രറി നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രീസെറ്റ് നമുക്ക് ലോഡ് ചെയ്യുന്നതാണ്. ഷുവർ SM57 ആണ് എടുത്തിട്ടുള്ളത്. ടച്ച് ആൻഡ് ടേൺ നോബ് ഉപയോഗിച്ച് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ക്ലോസ്. ഇപ്പോൾ ഒരു ബേസിക് EQ വന്നിട്ടുണ്ട്. അതുപോലെ വൺ നോബ് കൺട്രോൾ അത് ഉപയോഗിച്ച് നമുക്കതിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാവുന്നതാണ്. ചേഞ്ച് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്നതാണ്. ഒരു ബേസിക് EQ എങ്ങനെ നമുക്കൊരു ലൈബ്രറിയിൽ സേവ് ചെയ്യാൻ നോക്കാം. ഹൈ പാസ് ഫിൽറ്റർ ഓൺ ചെയ്യുന്നു. കുറച്ച് ലോ മിഡ് കട്ട് ചെയ്യുന്നു. ഹൈ മിഡ് കുറച്ച് ബൂസ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം റൈറ്റ് എയറോ പുള്ള് ചെയ്യുന്നു. ലൈബ്രറി ബിയിലാണ് നമ്മൾ സേവ് കൊടുക്കുന്നത്. സ്റ്റോർ ആസ്. അതിനുശേഷം നെയിം കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ സേവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ EQയുടെ ഗെയിൻ കൺട്രോൾ, ഇൻപുട്ട് പാച്ച്, നെയിം, ഏതൊക്കെ ഓക്സിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമുക്കിവിടെ സേവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സ്റ്റോർ കൊടുക്കുന്നു. ഇപ്പോൾ സെയിം EQ പ്രീസെറ്റിൽ ഹെഡ് ആമ്പ്, റീകോൾ, എത്ര ഗെയിൻ വേണമെന്ന് സേവ് ആയിട്ടുണ്ട്. ഇൻപുട്ട് പാച്ച്, അതുപോലെ ഡാൻഡയിലാണോ, ലോക്കൽ ഇൻപുട്ടാണോ, അതോ USB-യിലാണോ ഇവിടെ സേവ് ആയിട്ടുണ്ട്. നമ്മളെവിടെയാണോ പ്രസൻറ്റ് പാച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ എന്ത് നെയിമാണോ നമ്മൾ ചാനലിൽ കൊടുത്തത് അതും സേവ് ആയിട്ടുണ്ട്. ഏതൊക്കെ ഓക്സസിൽ നമ്മൾ സെൻഡ് ആയിട്ടുണ്ട് അതെല്ലാം ഇവിടെ സേവ് ആണ്.